നോളജ് വേ ടു സക്സസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, അതിചാലകത കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ എ കാമർലിൻ ഓണസ്, ഓപ്ഷൻ ബി ഫാരഡെ, ഓപ്ഷൻ സി എം പെരിക്കോട്ട്, ഓപ്ഷൻ ഡി സി വി രാമൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കാമർലിൻ ഓനസ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, അൾട്രാ വയലറ്റ് പ്രകാശം തിരിച്ചറിയുന്ന ജീവി ഏതാണ്? PSC ആവർത്തിക്കുന്ന ചോദ്യമാണ്. ഒന്നാമത്തെ ഓപ്ഷൻ തേനീച്ച, ഓപ്ഷൻ ബി മിന്നാമിനുങ്ങ്, ഓപ്ഷൻ സി വണ്ട്, ഓപ്ഷൻ ഡി ഉറുമ്പ്. ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ തേനീച്ച. അടുത്ത മൂന്നാമത്തെ ചോദ്യം, പ്രകാശത്തിന് ഏറ്റവും വേഗം കുറഞ്ഞ മാധ്യമം? ഓപ്ഷൻ എ ശൂന്യത, ഓപ്ഷൻ ബി സ്വർണം, ഓപ്ഷൻ സി ഗ്രാഫൈറ്റ്, ഓപ്ഷൻ ഡി വജ്രം. ഇതിലെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വജ്രം. അടുത്തത് നാലാമത്തെ ചോദ്യം, ഇവയിൽ ഏതാണ് വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണം? ഓപ്ഷൻ എ ക്രോണോമീറ്റർ, ഓപ്ഷൻ ബി ഹൈഡ്രോഫോൺ, ഓപ്ഷൻ സി ടാക്കോമീറ്റർ, ഓപ്ഷൻ ഡി ആംപ്ലിഫയർ. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആംപ്ലിഫയർ. ആംപ്ലിഫയർ ആണ് വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണം. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ചൂടായ വായു വികസിച്ചു ഉയരുന്ന പ്രക്രിയയാണ്? ഓപ്ഷൻ എ സംവഹനം, ഓപ്ഷൻ ബി അഭിവഹനം, ഓപ്ഷൻ സി ഭൗമവികിരണം, ഓപ്ഷൻ ഡി താപചാലനം. ചൂടായ വായു വികസിച്ചു ഉയരുന്ന പ്രക്രിയയാണ് സംവഹനം. അടുത്തത് ആറാമത്തെ ചോദ്യം, ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? ഓപ്ഷൻ എ 746 വാട്ട്, ഓപ്ഷൻ ബി 764 വാട്ട്, ഓപ്ഷൻ സി 726 വാട്ട്, ഓപ്ഷൻ ഡി 700 വാട്ട്. നമുക്കറിയാം ഉത്തരം 746 വാട്ട്, ഓപ്ഷൻ എ. അടുത്തത് ഏഴാമത്തെ ചോദ്യം, ഇവയിൽ ഏതാണ് പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ്? ഓപ്ഷൻ എ ജൂൾ, ഓപ്ഷൻ ബി ന്യൂട്ടൺ, ഓപ്ഷൻ സി വാട്ട്, ഓപ്ഷൻ ഡി പാസ്കൽ. പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് വാട്ട്. Therefore ആൻസർ ഈസ് ഓപ്ഷൻ സി വാട്ട്. കൂട്ടുകാരെ, അടുത്തത് എട്ടാമത്തെ ചോദ്യം, ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന കർഷണ ബലമാണ്? ഓപ്ഷൻ എ പ്രവക്ഷമ ബലം, ഓപ്ഷൻ ബി ശ്യാനബലം, ഓപ്ഷൻ സി കേശികത്വം, ഓപ്ഷൻ ഡി അഭികേന്ദ്ര ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന കർഷണ ബലമാണ് ഓപ്ഷൻ ബി. ശരിയായ ഉത്തരം ശ്യാനബലം. അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം, വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്ത്? ഓപ്ഷൻ എ കിലോ വാട്ട് അവർ, ഓപ്ഷൻ ബി ആംപിയർ, ഓപ്ഷൻ സി കൂളോം, ഓപ്ഷൻ ഡി ടെസ്ല. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ഓപ്ഷൻ സി കൂളോം. കൂളോമാണ് ശരിയായ ഉത്തരം. അടുത്തത് പത്താമത്തെ ചോദ്യം, ആണി ചുറ്റിക കൊണ്ട് അടിക്കുമ്പോൾ പ്രയോഗിക്കുന്ന ബലം? ഓപ്ഷൻ എ കർഷണ ബലം, ഓപ്ഷൻ ബി പ്ലവക്ഷമ ബലം, ഓപ്ഷൻ സി ശ്യാനബലം, ഓപ്ഷൻ ഡി ആവേഗബലം. ആണി ചുറ്റിക കൊണ്ട് അടിക്കുമ്പോൾ പ്രയോഗിക്കുന്ന ബലമാണ് ഓപ്ഷൻ ഡി ആവേഗബലം. അടുത്തത് 11ാമത്തെ ചോദ്യം, ചെർണോബിൽ ആണവ ദുരന്തം ഉണ്ടായത് എന്താണ്? ചെർണോബിൽ ആണവ ദുരന്തം ഉണ്ടായ ഡേറ്റ് ഏതാണ്? ഓപ്ഷൻ എ 1988 ഏപ്രിൽ 10, ഓപ്ഷൻ ബി 1986 ഏപ്രിൽ 18 ആൻഡ് ഓപ്ഷൻ സി 1986 ഏപ്രിൽ 26. ഇതിൽ ശരിയായ ഉത്തരം 1986 ഏപ്രിൽ 26. ചെർണോബിൽ ആണവ ദുരന്തം ഉണ്ടായത് 1986 ഏപ്രിൽ 26. നോളജ് വേ ടു സക്സസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, അതിചാലകത കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ എ കാമർലിൻ ഓണസ്, ഓപ്ഷൻ ബി